ജെറുസലേം നഗരം തുർക്കി പിടിച്ചടക്കുമോ എന്നുള്ള പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യം ഇപ്പോൾ ഇവിടെ നിലനിൽക്കുകയാണ്. സിറിയയുടെ വീഴ്ചയോടനുബന്ധിച്ച് മാറിവരുന്ന രാഷ്ട്രീയ പരിതസ്ഥിതിയും അവസ്ഥകളും ഇത്തരമൊരു കാര്യത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തെ അല്ലെ സംഭവത്തെ കൊണ്ടെത്തിക്കുന്നത്. ജെറുസലേം എന്ന് പറയുന്ന പ്രദേശവും ആ ഭൂപ്രദേശവും ഒരു കാലത്ത് ഓട്ടോമാൻ സാമ്രാജ്യത്തിന്റെ കൈവശ ഭൂമിയായിരുന്നു. അതിപ്പോൾ തുർക്കിയാണ്. രണ്ടാം ലോക യുദ്ധത്തോടു കൂടിയാണ് പിന്നീട് അത് ചിതറിപ്പോയത്. തരിപ്പണമായി ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതോടനുബന്ധിച്ച് ആ മേഖല ബ്രിട്ടൻ പിടിച്ചെടുക്കുന്നു. ബ്രിട്ടന്റെ കൈവശത്തിൽ നിന്നാണ് അത് ഇസ്രായേലിലേക്ക് പോകുന്നത്. അവിടെ ശക്തിയൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ പ്രതിരോധിക്കാനൊന്നും കഴിവില്ലാത്ത ഫലസ്തീനി അറബികളായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ കയ്യിൽ ആയുധങ്ങളോ ഒരു പ്രതിരോധ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ എളുപ്പത്തിൽ കഴിഞ്ഞു എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ഒരുപാട് യുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളും അവസ്ഥകളുമൊക്കെ സിറിയയുമായിട്ട് ബന്ധപ്പെട്ട് ഉരുണ്ടുകൂടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെ ഓരോ രാഷ്ട്രത്തിനും കൃത്യമായിരിക്കുന്ന നിലപാടുകളുണ്ട്. അവർക്ക് രാഷ്ട്രീയപരമായിരിക്കുന്ന കൃത്യമായിരിക്കുന്ന ലക്ഷ്യങ്ങളുണ്ട്. അതിലൊന്ന് തുർക്കിയുടെ അധിനിവേശമാണ്. തുർക്കി സിറിയയിൽ ആധിപത്യമൊന്നും പുലർത്തിയിട്ടില്ല. ആ രാജ്യത്ത് ഇപ്പോൾ വല്ലാതൊന്നും ഇടിച്ചു കയറിക്കൊണ്ട് പ്രദേശങ്ങൾ വളച്ചു കിട്ടുന്ന പരിപാടികൾ ഇസ്രായേൽ അല്ലാതെ മറ്റൊരു രാജ്യം ചെയ്യുന്നില്ല. വലിയ സ്വാധീനം തുർക്കിക്കുണ്ട്. മാത്രമല്ല തുർക്കിയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമായതുകൊണ്ട് ഇങ്ങോട്ട് കയറാനൊക്കെ വളരെ എളുപ്പത്തിൽ കഴിയും. പ്രതിരോധമായിരിക്കുന്ന ഒരു സംവിധാനങ്ങളും നിലവിൽ സിറിയയുടെ ഒരു അതിർത്തി ഭാഗത്തിലും കാണാൻ വേണ്ടി പറ്റില്ല. കുർദുകളാണ് യഥാർത്ഥത്തിൽ തുർക്കിയുടെ പ്രശ്നമായി വരുന്നത്. കുർദുകളെ അവിടെ ആട്ടി ഓടിപ്പിക്കും എന്നാണ് തുർക്കിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. അത് ഔദ്യോഗികമായിരിക്കുന്ന ഗവൺമെന്റ് റിപ്പോർട്ടൊന്നുമല്ല, പക്ഷേ അങ്ങനത്തെ ഒരു പരാമർശമുണ്ട്. ആ പരാമർശത്തിൽ ഭയപ്പെട്ടുകൊണ്ട് കുർദുവിന്റെ നേതാവ് ട്രംപിന് ഒരു കത്തെഴുതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. തങ്ങളെ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തുർക്കി ശ്രമിക്കുന്നുണ്ട്. ആയതിനാൽ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകണം, ഞങ്ങളുടെ തങ്ങൾക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരു സുരക്ഷാ വലയം ഉണ്ടാക്കി തരണം എന്ന രീതിയൊക്കെയാണ് പറയുന്നത്. നിലവിൽ കുർദുകൾക്ക് വലിയ സംരക്ഷണം അമേരിക്കയിലുണ്ട്. അമേരിക്കയുടെ സൈനികരും അമേരിക്കയുടെ സൈനിക താവളങ്ങളും അവരുടെ കവചിത വാഹനങ്ങളും എല്ലാം യഥാർത്ഥത്തിൽ സിറിയയിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോ നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ആ ഭാഗങ്ങളെല്ലാം അല്ലെങ്കിൽ ആ ദേശങ്ങളെല്ലാം നമ്മൾക്ക് കീഴടക്കാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും ജെറുസലേം നമ്മുടെ ദേശമാണ്, നമ്മൾക്ക് അത് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും എന്നൊരു പ്രഖ്യാപനമാണ് തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഗാന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഏത് തരത്തിലാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള വിഷയങ്ങളൊന്നും ഇപ്പോഴും പരിപൂർണമല്ല. നാറ്റോ സഖ്യത്തിലെ ഭാഗമാണ് തുർക്കി, ആ സഖ്യത്തിലെ ഭാഗമാണ് അമേരിക്ക. നാറ്റോ സഖ്യവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒറ്റതിരിഞ്ഞുള്ള അക്രമമൊന്നും ഉണ്ടാവരുത് എന്ന് കരാർ വ്യവസ്ഥയിൽ പറയുന്നു. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ്. അതുകൊണ്ട് തുർക്കിയുടേതായിരിക്കുന്ന നിലപാട് പറയുകയും മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് പറയുന്നു. വലിയ സൈനിക സംവിധാനങ്ങളും സൈനിക ബലവും ശക്തിയും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പരിചയപ്രാപ്തരായിരിക്കുന്ന കമാൻഡോകളും ഉള്ള ഒരു രാജ്യം തന്നെയാണ് തുർക്കി. രണ്ടാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഏക മുസ്ലിം രാജ്യമാണ് രണ്ടാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത തുർക്കി എന്ന് പറയുന്ന രാജ്യം. അപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ടും അതിന്റെ രീതിയുമായിട്ട് ബന്ധപ്പെട്ടും കൃത്യമായി അറിയുന്ന ഒരു രാജ്യം എന്ന നിലക്ക് തുർക്കിയുടെ ഈ നിലപാടിനെ ഇസ്രായേൽ വല്ലാത്ത രീതിയിൽ ഭയപ്പെടുന്നു. തുർക്കി യുദ്ധമുഖത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് റഷ്യയുമായിട്ട് സഹകരിച്ചാണ് നീങ്ങുന്നതെങ്കിൽ ഒരിക്കലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ഒരു യുദ്ധ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ യുദ്ധ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ സിറിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇറാൻ സൈലന്റ് ആണ്, ഒന്നും പ്രതികരിക്കുന്നില്ല. റഷ്യ സൈലന്റ് ആണ്, പ്രതികരിക്കുന്നില്ല. തുർക്കി സൈലന്റ് ആണ്, പ്രതികരിക്കുന്നില്ല. അമേരിക്കയും 900-ഓളം അമേരിക്കൻ സൈനികരും അതിന്റെ സംവിധാന കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറയുന്നത് കൃത്യമായിരിക്കുന്ന സംഖ്യയല്ല, അതിൽ കൂടുതലുണ്ട് എന്നും പറയപ്പെടുന്നു. അതേപോലെ തന്നെ ഇവരുടെ എല്ലാം എംബസികളും കോൺസുലേറ്റുകളും അവിടെ പ്രവർത്തിക്കുന്നു. റഷ്യയുടേതുണ്ട്, ഇറാന്റേതുണ്ട്, തുർക്കിയുടേതുണ്ട്. അതിന് നേരെ ഇതുവരെ വിമതപക്ഷത്തിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. ജനം കൂടിയിട്ട് ഇറാന്റെ ഒരു കോൺസുലേറ്റ് തകർത്തതും തീയിട്ടതുമായിരിക്കുന്ന ഒരു റിപ്പോർട്ട് മാത്രമാണ് പുറത്തു വന്നത്. 2 കോൺസുലേറ്റും ഒരു എംബസിയും ഇപ്പോഴും ഇറാന്റേത് ഈ സിറിയയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ റഷ്യയുടേതുണ്ട്, തുർക്കിയുടേതുണ്ട്. അതിന് നേരെ ഒന്നും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അത് സംരക്ഷണ രീതിയിലാണോ അതല്ലെങ്കിൽ അത് വിമതപക്ഷവുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണോ എന്നുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഏതായിരുന്നാലും തുർക്കിയുടെ മുന്നേറ്റവും തുർക്കിയുടെ നിലപാടുകളും വലിയ രീതിയിൽ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. പറയുന്ന കാര്യം, ഭീകരവാദികളുടെ നേതാവാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നൊരു പരാമർശം
UN സഭയിൽ വെച്ച് തുർക്കിയുടെ പ്രസിഡന്റായിരിക്കുന്ന ഉർദുഗാൻ നടത്തിയത് വലിയ രീതിയിൽ ചർച്ചയിൽ വന്നതാണ്. അങ്ങനെ ഒരു സംഭവം ഏത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന തരത്തിലൊക്കെ ചോദ്യങ്ങൾ ഒരുപാട് ഇസ്രായേൽ ചോദിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ പിന്നാമ്പുറം എടുത്ത് പരിശോധിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് അറിയാൻ വേണ്ടി പറ്റും. 1948 ശേഷം തുടങ്ങിയതല്ല ഈ വിഷയ പ്രശ്നങ്ങൾ, അതിനു മുൻപ് ഉണ്ടായിരുന്നു. 1967 ശേഷം തുടങ്ങിയതല്ല, അതിനു മുൻപ് ഉണ്ടായിരുന്നു. ഇപ്പൊ 2023 നടന്നിരിക്കുന്ന ഹമാസിന്റെ ആക്രമണത്തോടു കൂടി തുടങ്ങിയതല്ല, അതിനു മുൻപുണ്ടായിരുന്നു. ഈ തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് തുർക്കിയുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പരാമർശിക്കപ്പെട്ട കാര്യം, ഭീകരവാദി എന്നുള്ള പരാമർശം തെറ്റാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കും, അതിന് ഉത്തരം നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കും എന്നാണ് ഉർദുഗാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഉരുണ്ട് കൂടുന്നത് ഇപ്പോൾ ഈ സിറിയയുടെ അകത്തുണ്ടാകുന്ന ഇസ്രായേലിന്റെ മുന്നേറ്റങ്ങൾ, അത് എത്രത്തോളം മുന്നേറാൻ സാധിക്കും എന്ന കാര്യത്തിൽ അവർക്ക് തന്നെ സന്ദേഹമാണ്. ഒരുപാട് സ്ഫോടന കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ആ രാജ്യത്തുണ്ടായിരുന്ന വലിയ രീതിയിലുള്ള ആയുധ സംവിധാന കാര്യത്തൊക്കെ തകർത്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇസ്രായേൽ ആ പ്രവൃത്തി ചെയ്യുന്നില്ല. അതിന്റെ കാരണം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ അവിടെ ഭരണാധികാരിയായി പറയപ്പെടുന്ന വിമതപക്ഷത്തിന്റെ നേതാവ് ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് എന്നൊരു പരാമർശം പുറത്തു വന്നതോടുകൂടി പിന്നീട് ഒരു ഇസ്രായേൽ അനുകൂലമായിരിക്കുന്ന അല്ലെങ്കിൽ വിരുദ്ധമായിരിക്കുന്ന ഒരു അഭിപ്രായം പറയാൻ അദ്ദേഹം മുന്നോട്ട് വരുന്നില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. എന്നാൽ ഈ വിമതപക്ഷ നേതാവുമായിട്ട് സൗഹൃദത്തിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ സെനറ്റർമാരോ അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിദേശ പ്രതിനിധികളോ ഇതുമായി ചർച്ച നടത്തിയ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഭരിക്കുന്ന വിമതപക്ഷവും അമേരിക്കയും അവിടുത്തെ കുർദുകളും ഏറെക്കുറെ യോജിച്ചുകൊണ്ട് നീങ്ങുന്ന രീതിയാണ് സിറിയയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ അതിർത്തിയിലെ ഏറ്റവും വലിയ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഒന്നായിരിക്കുന്ന തുർക്കി അവരുടെ നിലപാട് എങ്ങനെയാണ് എന്ന് പറയാത്തതിനാൽ അത് വലിയ ഭയപ്പാടുണ്ടാക്കുന്ന തുർക്കി മാത്രമല്ല, ഇറാൻ അവിടെയുണ്ട്, അതോടൊപ്പം തന്നെ റഷ്യയും അവിടെയുണ്ട്. ഈ 3 രാജ്യങ്ങളും സംയുക്തമായി ചേർന്നുകൊണ്ട് ഏത് പ്രവൃത്തിയാണ് സിറിയയുടെ അകത്ത് ചെയ്യുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. അതിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞത് ഇറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സിറിയ പിടിച്ചെടുക്കുന്ന ഭൂപ്രദേശം ഗോലാൻ കുന്നിന്റെ മേഖല അത് വിട്ടുയരണം, അത് അവരുടേതല്ല. അത് പിടിച്ച് അടക്കിക്കൊണ്ട് അവിടെ സ്ഥിരമായ രീതിയിൽ വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആര് ശ്രമിച്ചാലും തീർച്ചയായിട്ടും കനത്ത രീതിയിലുള്ള പ്രത്യാക്രമണം ഉണ്ടാവും എന്ന് ഇറാന്റെ ഒരു മുന്നറിയിപ്പ് വന്നതോടുകൂടി അത് വലിയൊരു പ്രതിസന്ധിയിലാണ്. അപ്പോൾ ഗോലാൻ കുന്നിന്റെ മേഖല വിട്ടുകൊടുക്കൽ നിർബന്ധമാണ് എന്ന് UN സഭയിൽ പല രാഷ്ട്രങ്ങളും പറഞ്ഞതിന്റെ പൊരുളായിട്ട് അല്ലെങ്കിൽ പറഞ്ഞതിന് മറുപടിയായിട്ട് ഇസ്രായേൽ പറഞ്ഞ കാര്യം താൽക്കാലികപരമായിരിക്കുന്ന ഒരു മുന്നേറ്റം മാത്രമാണ് നടത്തുക, സ്ഥിരമായ രീതിയിൽ തങ്ങൾക്ക് ആ മേഖല കീഴടക്കാൻ വേണ്ടി താല്പര്യമില്ല, സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ലെബനാനെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു 75,000-ഓളം ജൂത വിഭാഗത്തെ അതിർത്തി മേഖലയിൽ നിന്ന് തങ്ങൾ മധ്യ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ രണ്ടാമത് ആ നിശ്ചിത സ്ഥലത്തേക്ക് അവരെ താമസിപ്പിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ഈ ഒരു കാര്യത്തിനാണ് തങ്ങൾ ഈ മേഖല കീഴടക്കിക്കൊണ്ട് അല്ലെങ്കിൽ മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് സുരക്ഷാ ഭിത്തി ഒരുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന തരത്തിലാണ്. പക്ഷെ അതിന് തുർക്കിയുടെ ഭാഗത്തുനിന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട മറുപടി ഒന്നും നൽകിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ഗൗരവപരമായിരിക്കുന്ന ഒന്ന് രണ്ട് വാക്കുകൾ അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. നിങ്ങൾ സംയമനം പാലിക്കുക, ക്ഷമയോടുകൂടി കാത്തിരിക്കുക. തീർച്ചയായിട്ടും ജെറുസലേം നമ്മുടേതാണ്, അത് നമ്മൾക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. ഏതാണ് തുർക്കി ഈ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ഇപ്പോൾ നടന്നു വരികയാണ്. ഈ ഒരു വാക്കാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ മുറിപ്പാടുണ്ടാക്കിയത് എന്നാണ് നമ്മൾക്ക് പല വ്യത്യസ്തമായിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.